എന്തുവാ ഒരു ബീജത്തിലാണ് നമ്മുടെ യേശു ക്രിസ്തു ഉൾക്കൊണ്ടത്. ഈ അഖിലാണ്ടും മുഴുവൻ ഹോൾ അഖിലാണ്ടത്തെ ക്രിയേറ്റ് ചെയ്ത് ദ ഹോൾ ഷെക്കൈന മനസ്സിലായ ഈ ഒരു ഹോൾ ഷെക്കൈന ഒരു മനുഷ്യൻ്റെ ഹോൾ ബീജത്തിനകത്ത് വന്നു എന്ന് പറയുമ്പോൾ ഇറ്റ്സ് അൺതിങ്കബിൾ. മനസ്സിലായ അതേപോലെക്കാണ് ഷെക്കൈനെ എന്തോ ഒരു പോർഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് തന്നെ നമ്മുടെ കോൺസെപ്റ്റ് തിങ്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ എങ്ങനെ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഇത്രയും വലിയൊരു സംഭവം അതിൻ്റെ അകത്തുള്ള ഒരു കൊച്ചൊരു കടുമണിയോളം ഉള്ള സാധനത്തിൻ്റെ അകത്ത് വരുമെന്ന് ഈ ഹോൾ ഇത് കേട്ട് ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു ഒരു ഉപമ പറഞ്ഞു. പണക്കാരനെ പറ്റി പറയുമ്പോൾ പറഞ്ഞു എന്തോ ഒട്ടകം സൂചി കുഴൽ. നമുക്ക് എങ്ങനെ ചിന്തിച്ചാലും ഒരു കൊച്ചു സൂചി ഓക്കെ വലുതായാലും എങ്ങനെ ആയാലും ഒട്ടകത്തെ അതിൻ്റെ അതോടെ കയറാൻ പറ്റുമോ? ആ സെയിം കോൺസെപ്റ്റ് അതേപോലുള്ള ഒരു സെയിം കോൺസെപ്റ്റാണ് എന്തോ ഈ ഷെക്കൈന. ദ ഹോൾ ഷെക്കൈന വാസ് ഇൻസൈഡ് എ ബീജം സ്മോൾ സീമെൻ്റ് അകത്ത് വന്നെന്ന് പറയുമ്പം അത് ഇറ്റ്സ് അൺതിങ്കബിൾ. അതേപോലെയുള്ളൊരു കോൺസെപ്റ്റ് അതാണ് ഈ ഷെക്കൈന എന്ന് പറയുന്നത്. അപ്പം ആ ഒരു പ്രസൻസ് ത്രൂ ഔട്ട് അപ്പം നമ്മൾ എവിടെ പോയാലും ദാവീദ് അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് നിന്ന് பார்த்தாലും യുവർ ഹാൻഡ് ഇസ് വിത്ത് മീ. ഞാൻ എവിടെ പോയാലും ഞാനൊരു ഷിപ്പെടുത്ത് എത്ര 20 കൊല്ലം പോയി 100 കൊല്ലം പോയി താമസിച്ചാലും അവിടെയും ദൈവത്തിൻ്റെ ഷെക്കൈന ഇസ് ദേ എന്ന് പറയുന്നത് അവിടെയും ഉണ്ട്. അതാണ് ഈ ഷെക്കൈന പോലെ ഈ മെറാഹഫേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് ഉള്ള ഒരു കോൺസെപ്റ്റ്. അതേപോലെ അടുത്ത ഒരു കോൺസെപ്റ്റാണ് സും എന്ന് പറഞ്ഞത്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വെള്ളം ഒരു ഗ്ലാസിൻ്റെ അകത്ത് വെള്ളം എടുത്തു, വെള്ളത്തിൻ്റെ അകത്തോട്ടൊരു എന്തെങ്കിലും സാധനം ഒരു കമ്പിയോ എന്തെങ്കിലും വെക്കുമ്പം ആ വെള്ളം മാറി ആ കമ്പിക്കൊരു ഇത് കൊടുക്കണം. അപ്പം വെള്ളം എക്സ്പാൻഡ് ചെയ്യുക കമ്പി അതിൻ്റെ അകത്ത് വരാൻ. അല്ലെങ്കിൽ എന്ന് പറയുന്നില്ല ഈ ഷെക്കൈന മനസ്സിലായ ഇങ്ങനെ ഇരുന്ന ഷെക്കൈന പതുക്കെ ഇങ്ങനെ മാറേണ്ടി വന്നു. മനസ്സിലായ രണ്ടായിട്ട് മാറേണ്ടി അവിടെ അതിൻ്റെ അകത്തായാണ് ഇത് വന്നത്. അതൊരു കോൺട്രാക്റ്റ് ചെയ്യേണ്ടി വന്നു. മനസ്സിലായ കോൺട്രാക്റ്റ് ചെയ്യേണ്ടി വന്നു. ആ ഇതിൻ്റെ അകത്താണ് നമ്മുടെ ഭൂമി വരേണ്ടി വന്നത്. അപ്പോൾ അത് അപ്പോൾ ആ ഒരു വെസൽ ചുരുക്കേണ്ടി വന്നു. ഒരു പുതിയൊരിത്. ഇപ്പം നമ്മൾ അമ്മമാരുടെ വയറ്റിൽ കുഞ്ഞു വരുന്ന ഒരു അവസ്ഥ പോലെ എക്സ്പാൻഡ് ചെയ്യുന്നു വന്നു, മറ്റേ സ്ഥലത്ത് കോൺട്രാക്റ്റ് ചെയ്യേണ്ടി വന്നു. മനസ്സിലായി ഒരു പുതിയൊരു ജീവൻ വരാൻ വേണ്ടി. അപ്പം ഈ ഹോൾ തിയറി മെറാഹഫേറ്റ് എല്ലാം ഒരു അമ്മയുടെ ഉദരത്തിൽ ഉള്ള ഒരു പുതിയൊരു ജീവൻ. ഒരമ്മയുടെ ഉദരത്തിൽ എങ്ങനെ ദൈവം ഒരു അമ്മമാർ കുഞ്ഞിനെ സൂക്ഷിക്കുന്നു, അല്ലെ ബേർഡ് എങ്ങനെ ഒരു ഇതിനെ സൂക്ഷിക്കുന്നു. മനസ്സിലായി അത് കോൺട്രാക്റ്റ് ചെയ്തു. പക്ഷേ ഈ കുഞ്ഞ് എവിടെ പോയാലും മനസ്സിലായി അമ്മയുടെ ഉദരത്തിൽ നിന്ന് വെളിയിലോട്ട് പോകത്തില്ല. ഇറ്റ്സ് ഇൻസൈഡ് ഷെക്കൈനയുടെ അകത്ത് എന്ന് പറയുന്ന പോലെ ഈ നമ്മൾ എവിടെ പോയാലും നോ മാറ്റർ വേർ വി ഗോ ഇതാണ് ആ ഒരു ദൈവത്തിൻ്റെ പ്രസൻസ് വിട്ട് ദൈവം നമുക്ക് പോകാൻ കഴിയത്തില്ല. ആ ഒരു സെയിം ഇതാണ് മനസ്സിലായോ. ദൈവത്തിൻ്റെ ആ ഒരു ഹോൾ ആ ഹോൾ വാസ്റ്റ് ഏരിയ ഒന്ന് ഷ്രങ്ക് ചെയ്ത് നമ്മളെ അതിൻ്റെ അകത്താക്കി. അപ്പം നമ്മളെവിടെ പോയാലും അവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ആ ഒരു കെയറാണ് നമുക്ക് കിട്ടിയത്. നമ്മളെവിടെ പോയാലും അതേപോലെ അതുകൊണ്ടാണ് ഈ കൂടുതലൊക്കെ ആ പാട്ട് പാടുമ്പോൾ ഒത്തിരി സന്തോഷം നൽകാറുള്ളൊരു പാട്ടാണത്. കാര്യം എന്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ നമ്മളെവിടെ പോയാലും നമ്മൾ ദൈവത്തിൻ്റെ ഒരു കെയർ ഒരു കമ്പാഷൻ നമുക്കുണ്ട് എന്ന് പറയുന്ന പോലെയാണ് ഈ ഭൂമിയുടെ. അപ്പം പക്ഷെ അതിൻ്റെ ഇടയ്ക്കും ഈ ഒത്തിരിയും തിയറി വരുന്നുണ്ട്. ഈ ഏഞ്ചൽസ് വീണ കാര്യം അതേപോലെയുള്ള ഒത്തിരി. പക്ഷേ എങ്കിലും അതൊക്കെ പൊക്കോട്ടെ. പക്ഷേ ഇവിടെ നമ്മളുടെ ഒരു കെയർ മനസ്സിലായി. നമ്മൾ എത്ര പാപികളായാലും ഈ വാച്ച് ചെയ്യുന്ന നിങ്ങളിൽ എത്ര പേര് ഐ ഡോണ്ട് കെയർ എത്ര പാപമെന്ന് പറഞ്ഞാലും ഐ ഡോണ്ട് കെയർ നോ മാറ്റർ വാട്ട് ഇറ്റ് ഈസ് ദി സൊല്യൂഷൻ ഈസ്
ദൈവത്തിൻ്റെ കാര്യങ്ങളുണ്ട്. നമ്മൾ എത്ര ഇതാണെങ്കിലും ദർസ് നോ ലേറ്റ് ടൈം ഒന്നും ലേറ്റായിട്ടില്ല. തിരിച്ചു വരാനുള്ള അവസരമുണ്ട്. എപ്പോഴും ദൈവത്തിൻ്റെ രണ്ടാം വരവ് വരെ ഉള്ള സമയമുണ്ട്. നോ ടൈം ഇസ് ലേറ്റ്. എപ്പോഴും വരാൻ ഉള്ള ഇതുണ്ട്. അപ്പോൾ അതാ മറാഫ് ദൈവത്തിൻ്റെ ഒരു 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 എന്തോ സ്പിരിറ്റ് ഓഫ് ഗാഡ് വാസ് ഹവറിങ് ഓവർ ദ ഫേസ് ഓഫ് ദ ഡീപ്പും പാഴും ശൂന്യവുമായി കിടന്ന് ഒന്നും ക്രിയേറ്റ് ചെയ്താൽ കിടന്ന് എന്താ ടെഹവും ഇരുൾ വസിച്ചിരുന്ന സമയത്തും ദൈവത്തിൻ്റെ കരുതലും ഇതുമുണ്ട്. അതാണ് ഞാനെപ്പോഴും ദൈവത്തിന് നന്ദി കൊടുക്കാറുള്ളത്. ദൈവമേ പിതാവാൻ ദൈവത്തിന് നന്ദി. ദൈവമേ യേശുപ്പച്ചനെ എനിക്ക് തന്നല്ലോ. യേശുപ്പച്ചനെ പലരും എന്തോ ഈ കലറയിൽ നിന്ന് പുറത്ത് വരത്തില്ല എന്ന് പറഞ്ഞ് സീൽ വെച്ച് മുദ്രയിട്ട് എല്ലാം ചെയ്തിട്ടും പൊട്ടിച്ച് വന്നു. എന്തുകൊണ്ടാണ്? നമുക്കൊരു ജീവൻ തരാൻ വേണ്ടി, നമുക്കൊരിത് തരാൻ വേണ്ടി. പക്ഷെ എന്നിട്ടും നമ്മൾ അറിയാതിരുന്ന സമയങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ ഈ ഒരു സ്നേഹം, പുത്രൻ്റെ സ്നേഹം ഇട്ട് പുത്രനിൽ വിശ്വസിക്കാൻ, അതുകൂടെ പിതാവിൻ്റെ കൃപാസനത്തോട് അടുത്ത് വരാൻ കിട്ടിയ ആ ഒരു ഭാഗ്യ പദവി മനസ്സിലായി. അതാണ് ഈ മെറാഹെഫേറ്റ് ഷെക്കായിന ഈ എന്താ സംസം ഒരു 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 ഇത് ഒരു 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 എന്തോ ഒരു ആത്മീയ ഒരു 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 ഡീപ്പ് മീനിങ് ഇതിൻ്റെ അകത്തുണ്ട്. എനിവേ, അപ്പം അങ്ങനെ ഒരു മെറാഹെഫേറ്റ് വാക്കിന് നല്ല അർത്ഥമുണ്ട്, ഒത്തിരി ആത്മീയ അർത്ഥമുണ്ട്. അതിൻ്റെ അപ്പുറത്തോട് ഒത്തിരിയും തിയറികളോ കഴിഞ്ഞാൽ ഗ്യാപ്പ് തിയറി, അതേപോലെ ഏഞ്ചൽസുമാർ വീണതും ഈ ജൂഡിൻ്റെ അകത്ത് പറയുന്ന പോലെ തടവറയിൽ സൂക്ഷിച്ചു എന്ന് പറയും. ഈ തടവറയിൽ സൂക്ഷിച്ച ദൂതന്മാരെ, വീഴ്ത്തപ്പെട്ട ദൂതന്മാരെ തടവറയിൽ സൂക്ഷിച്ചുവെങ്കിൽ പിന്നെ ഏത് ദൂതന്മാരാ എന്തോ മനുഷ്യർ എന്താ ദൈവത്തിൻ്റെ പെൺമക്കളുമായിട്ട് ഇതായി ഇത് വരുന്നേ, എന്തോ നെഫിലിം വരുന്നേ. എനിവേ, അതൊക്കെ ഒരു ടോട്ടലി ഡിഫറെൻറ്റ് ഒരു സ്റ്റോറി പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഇനിയും റക്കിയ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, ഫർണമെൻറ്റ് എന്താ വിധാനം എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് വരുമ്പം ഇതിൻ്റെ വേറെ കുറേ കൊടുക്കുന്നുണ്ട്. പക്ഷേ അവിടെ പറയുന്ന കുറച്ചുകൂടെയൊക്കെ എനിക്ക് വിശ്വസനീയമാണ്. ഓക്കെ, അപ്പം അത് ആ ഭാഗത്ത് വേറെ പറയാം. ഇനി അടുത്തത് ഇപ്പം മെറാഹെഫേറ്റ് കഴിഞ്ഞു ആൽഫനെ. അടുത്തത് നമ്മൾ കണ്ടല്ലോ, ദ പ്രസൻസ് ഓഫ് ഗാഡ് അപ്പോൺ ദ, ഇപ്പം മുമ്പേ അപ്പോൺ ദ ആൽഫനെ വാസ് അപ്പോൺ ടെഹോമായിരുന്നു, ആഴത്തിന് മീതിയായിരുന്നു. ഇപ്പം ഗാഡ്സ് പ്രസൻസ് വാസ് അപ്പോൺ ദ വാർ. മനസ്സിലായി? ഈ വെള്ളം ഒരു സോഴ്സ് ഓഫ് ലൈഫ്, ജീവൻ്റെ ഉറവിടം അതെന്ന് കാണിക്കുന്നു. പ്യൂരിഫിക്കേഷൻ കാണിക്കുന്നു. അതേപോലെ ബാപ്റ്റിസത്തെ കാണിക്കുന്നു. മനസ്സിലായോ? വെള്ളത്തെ കാണിക്കുന്നു. അപ്പം ആ ദൈവത്തിൻ്റെ ദ ഗാഡ്സ് പ്രസൻസ് വാസ് അപ്പോൺ ദ വാട്ടർ. ഈ വെള്ളം എന്നുള്ള നമ്മൾ കണ്ടിട്ടുണ്ട്, ഒത്തിരി പ്രാധാന്യം നമുക്ക് അർഹിക്കപ്പെട്ട എന്ന് വെച്ചാൽ നമ്മൾ പുതിയ നിയമത്തിൽ വരുമ്പം അത് മെയിനായിട്ട് കാണിക്കുന്ന ഇതെന്തോ സ്നാനത്തെപ്പറ്റി കാണിക്കുന്നത്. മറ്റേ നമ്മൾ നോർമൽ ലൈഫ് വരുമ്പോൾ സോഴ്സ് ഓഫ് ലൈഫ്. യഹൂദന്മാർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടിയ ക്ലൻസിങ്നെസ്, പ്യൂരിഫിക്കേഷൻ. വിത്തൗട്ട് പ്യൂരിഫിക്കേഷൻ അവർക്ക് ടെമ്പിളിനകത്ത് പോകാൻ പറ്റത്തില്ല. അതിന് പറയുന്നൊരു വേറുണ്ടായിരുന്നു, മറന്നുപോയി. ഓക്കെ, അവർക്കത് ഇത് ചെയ്യണം, എന്തോ കുളിച്ചിട്ട് ചെല്ലാൻ പറ്റത്തുള്ളൂ, ശുദ്ധിയോട് ചെല്ലാൻ പറ്റുള്ളൂ. അപ്പം ദ വാട്ടർ ഇസ് ഒരു സ്ഥലത്ത് ഡീപ്പ്, ഡേഞ്ചറസ്, കെയാറ്റിക് ആണ്. അടുത്ത സ്ഥലത്ത് സോഴ്സ് ഓഫ് ലൈഫ്, ജീവൻ നൽകുന്നതാണ്. പ്യൂരിഫിക്കേഷൻ നല്ലതാണ്, ബാപ്റ്റിസത്തിന് നല്ലതാണ്. മനസ്സിലായോ? ബട്ട് നോ മാറ്റർ വാട്ട്, ദ പ്രസൻസ് വാസ്, ഗാഡ്സ് പ്രസൻസ് വാസ് അപ്പോൺ ദ വാർ. പക്ഷേ ഇത് പറയുമ്പം ഇപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ അവിടെ നടന്ന സംഭവം അതൊരു ഡേഞ്ചറസ് സൈഡ് ഓഫ് വാറിനെ നമുക്ക് കാണാം. എനിവേ ഇപ്പം ഈ പറഞ്ഞതെല്ലാം ഞാൻ ഒന്നുകൂടെ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞല്ലോ, ബർഷിത് ബറ എലോഹിം, പിതാപുത്ര പരിശുദ്ധാത്മാവിൻ്റെ കിങ്ഡം
ആകാശത്തെയും ഭൂമിയെയും കിങ്ഡം ഓഫ് മൽക്കൂത്തായിട്ട് വന്നു. ഇപ്പം മൽക്കൂത്തിൻ്റെ അകത്തെ ഒരു ഭാഗം നമ്മളെടുക്കുക. ആ മൽക്കൂത്തിനെ ആകാശം ഭൂമിയും ഒരുമിച്ച് കിടക്കുന്ന അവസ്ഥയല്ലേ, ഇത് ഡിവൈഡ് ചെയ്തിട്ടില്ലല്ലോ. ഓക്കെ, അപ്പോൾ ആ കിങ്ഡം ഓഫ് ഗാഡിനെ എൻ്റെ അവസ്ഥ പറയണം. അത് എന്ത് കൊടുക്കും, ഇതുവരെയായിട്ടും ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടില്ല. മനസ്സിലായോ? ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടില്ലെന്നേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് അത് പാഴും ശൂന്യമായി കിടക്കുവാണ്. പക്ഷെ അതിൻ്റെ അവിടെ മുഴുവൻ വെള്ളമാണ്. വെള്ളത്തിൻ്റെ ആഴം ഒത്തിരി ഉണ്ട്. ആ ആഴത്തിന് മീതെയും ദൈവത്തിൻ്റെ ഇതുണ്ട്. ദൈവത്തിൻ്റെ ആൽഫനെ വാസ് അപ്പോൺ ദ വാട്ടർ ഡീപ്പ് ആൻഡ് ഡാർക്ക്നെസ് ഉണ്ട്. ഡീപ്പ് ആയതുകൊണ്ട് ഡാർക്ക്നെസ് ഉണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ മെറാഹെഫേറ്റ് വാസ് അപ്പോൺ ദ വാർ. ദൈവത്തിൻ്റെ ഒരു 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 കാവൽ, ഗാഡ്സ് പ്രസൻസ് വാസ് ഹവറിങ് ഓവർ ദ ഫേസ് ഓഫ് ദ ഡീപ്പ് എന്ന് പറയുന്ന പോലെ. മനസ്സിലായി? ആ ദൈവത്തിൻ്റെ പ്രസൻസ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ച് നമ്മളെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഇപ്പം നമ്മളുടെ അവസ്ഥ ഇതേപോലെ നമ്മളും ദൈവത്തെ അറിയാത്തവരായിരുന്നു ഒരു കാലത്ത്. എങ്ങനെയൊക്കെയായിരുന്നു പോലും അറിയത്തില്ല. നമ്മുടെ ഗ്രാൻഡ് പേരൻസൊക്കെ എങ്ങനെയൊക്കെയായിരുന്നു, ഏതൊക്കെ സ്ഥലത്തായിരുന്നു പോലും അറിയത്തില്ലായിരുന്നു. അവിടുന്ന് നമ്മളെ ദൈവം വേർതിരിച്ച് വിടുവിച്ച് എത്രത്തോളം കൊണ്ടുവന്നു. നമ്മൾ ആയിരുന്ന സമയത്തും ദൈവം നമ്മളെ കൈവിടാതെ, നമ്മൾ പോയതല്ല, ദൈവം നമ്മളെ കൈവിടാതെ ദൈവത്തിൻ്റെ സൂക്ഷിപ്പ്, കാവലും മെറാഹെഫേറ്റ് വാസ് അപ്പോൺ അസ്. ഈവൻ ദോ നമ്മൾ പാപിലായിരുന്നിട്ട്, നമ്മൾ ദൈവത്തിൽ നിന്ന് അന്യായപ്പെട്ടു പോയിട്ട് ഗാഡ്സ് വാസ് പ്രസൻറ്റ്. ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടായിരുന്നു. ആ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി, നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് നമ്മൾ അറിയാതെ നടന്നപ്പോഴും ഗാഡ്സ് പ്രസൻസ് വാസ് അപ്പോൺ അസ് ആയിരുന്നു. പിന്നെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ ഇട്ട് തന്ന് നമ്മളെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിച്ചു. ഓക്കെ, അത് കഴിഞ്ഞ് ഇതിൻ്റെ അകത്ത് ഒരു പ്രാവശ്യം വരുമ്പം ഈ ടെഹോമിൻ്റെ അകത്ത് വരുമ്പം ഞാനിപ്പം കണ്ടപ്പോഴാണ് നോക്കി. ഈ ടെഹോമിൻ്റെ അകത്ത് വരുമ്പോൾ ഡീപ്പ് വരുമ്പോൾ ഒത്തിരിയും വരുന്നുണ്ട്. ഡീപ്പ് വെള്ളത്താൽ നമ്മളെ നശിപ്പിക്കത്തില്ല എന്നൊരു കൽപ്പന നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അപ്പം ഈ നടന്ന ഫ്ലഡൊക്കെ അതിൻ്റെ എക്സ്പ്ലനേഷനോട്ട് ഞാൻ പോകുന്നേയില്ല. പക്ഷേ എങ്കിലും നോഹയുടെ സമയത്ത് ഗാഡ്സ് ഗ്രേസ് വാസ് അപ്പോൺ നോഹ. ജനങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള അവസരമുണ്ടായിരുന്നു, ബട്ട് അവരതെടുത്തില്ല. മനസ്സിലായി? ഡീപ്പ് ഒരു ഇത്. അതേപോലെ വേറെ നമ്മൾ ഗദരദേശത്തെ ഒരു ഭൂതഗ്രസ്തൻ്റെ അവസ്ഥ ഓർത്ത് നോക്കിയാൽ നമുക്ക് കാണാം. അവർ ആ ദുരാത്മാക്കൾ പറയുന്നത്, നീ യേശുക്രിസ്തുവിനോട് പറയുന്നത്, യേശുക്രിസ്തുവെ നീ ഞങ്ങളെ ഈ സമയത്തിന് മുമ്പേ ദണ്ഡിപ്പിക്കാൻ വന്നതാണെന്നോ. അവർക്കൊരു സെറ്റ് ടൈം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഇതാണെന്ന്. എന്നിട്ട് പന്നികളുടെ മേൽ പോയി, പന്നികളെല്ലാം അങ്ങോട്ടാണ് പോയെ, ഈ ഡീപ്പിലോട്ടാണ് പോയെ. വെള്ളത്തിൻ്റെ അകത്തോട്ട് ചാടിയെന്നാണ് പറയുന്നതെങ്കിലും ഡീപ്പിൻ്റെ അകത്ത്, അബൈസിൻ്റെ അകത്തോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ ഒരു മീനിങ്ങും ഇതിനകത്ത് വരുന്നുണ്ട്. അതേപോലെ നോഹയുടെ വെള്ളം ഇപ്പം ആഴത്തിൻ്റെ മൗത്ത് ഓപ്പൺ ചെയ്തു, വെള്ളം പൊങ്ങി മനുഷ്യരെ ഒരു പ്രാവശ്യം ബിക്കോസ് ഓഫ് ദെയർ വിക്കഡ്നെസ് നശിപ്പിക്കേണ്ട. പക്ഷേ എങ്കിലും ഗാഡ്സ് കെയർ വാസ് വിത്ത് നോഹ ആൻഡ് ഹിസ് ഫാമിലി. മുഴുവനായി നശിപ്പിച്ചില്ല നോഹയെ എന്ന് പറയുന്നത് പോലെ ഈ മെറാഹെഫറ്റ് നമ്മൾ പാപിലായിരുന്ന സമയത്ത്, മനസ്സിലായി, നമ്മൾ ദോഷിലായ സമയത്തും ഒരു അബേസിലോട്ട് പോകാതെ, ഒരു ഡീപ്പിലോട്ട് പോകാതെ, ഹോളി സ്പിരിറ്റ് ഈ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹോളി സ്പിരിറ്റ് നിങ്ങളുടെ വാതിക്കൽ വന്ന് തട്ടിക്കൊണ്ടിരിക്കുക. ഇതുവരെയായിട്ട് ദൈവത്തെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാനുള്ള സമയം ആണ്. ബിക്കോസ് ഇത്രയും കാലം നിങ്ങൾക്ക് ഒരു ദോഷം വരുത്താതെ, ഇവന്തോ നിങ്ങൾ പാപികളായിരുന്നിട്ടും ദോഷികളായിരുന്നിട്ടും തെറ്റ് ചെയ്തവരായിരുന്നിട്ടും, പക്ഷെ ദൈവത്തിൻ്റെ കരുതൽ വാസ്വത്യം. നിങ്ങളെ ദൈവത്തോട് ദോഷം ചെയ്തിട്ടും ദൈവത്തിൻ്റെ കരം
നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പം ഈ സമയത്ത് ഗാഡ്സ് ഹോളി സ്പിരിറ്റ് തിരിച്ചു വിളിക്കുക, കം ബാക്ക്. നിങ്ങളുടെ പാവങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തു കാൽവൽ ക്രൂശിൽ മരിച്ചു. നോ മാറ്റർ ഹൗ ബാഡ് ഇറ്റ് ഈസ്, സ്റ്റിൽ there's a resolution. ഓക്കെ, അപ്പം ആ മെറാഹെഫേറ്റ് നമ്മൾ പഠിക്കാൻ ദൈവത്തിൻ്റെ മൽക്കുത്ത് കിങ്ഡം, അതിൻ്റെ അവസ്ഥ ഉണ്ടായിരുന്നു. ഗാഡ് വാസ് ഇൻ കൺട്രോൾ അറ്റ് ഓൾ ടൈംസ്. മനസ്സിലായി? ദൈവത്തിൻ്റെ കൺട്രോൾ എല്ലാ ഒരു ബേർഡിനെ ഒരു അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞുള്ള പോലെ നമ്മളുടെ ഷെക്കാനയ്ക്ക് ഉള്ളിൽ ഒരു ഷെക്കാനയ്ക്ക് ഉള്ളിൽ നമ്മളെ കീപ്പ് ചെയ്ത് ഈ പാഴും ശൂന്യമായിരുന്നിട്ടും ഇനിയും ഒരു ഇത് തുടങ്ങാൻ പോവാ, ഒരു ക്രിയേഷൻ തുടങ്ങാൻ പോവാ, വെളിച്ചം വരാൻ പോവാ, അത് കഴിഞ്ഞ് ഓരോന്ന് വരാൻ പോവാ, ഒരു ലൈഫ് വരാൻ പോവാ. അതിന് മുമ്പേ ഉള്ള അവസ്ഥയിലും ഗാഡ് വാസ് നമ്മളെ ഇതിൻ്റെ അകത്ത് സൂക്ഷിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ 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 അപ്പം ഇന്നത്തെ നമ്മൾ ജെനസിസ് 1-2 നമ്മൾ ശ്രദ്ധിക്കേണ്ടതാക്കി. ഇനി നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഇന്നത്തെ ഈ സന്ധ്യാസമയം അപ്പച്ചൻ്റെ സന്നിൽ കടന്നു വരുവാനും ഞങ്ങൾക്ക് ജെനസിസ് 1-2 ശ്രദ്ധിക്കാനിടയാക്കല്ലോ. ദൈവമേ അപ്പച്ച, ഞങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഈ ഭൂമി, ഈ മൽക്കൂത്ത്, ദൈവമേ ഈ കിങ്ഡം ഓഫ് ഗാഡ്, അതിൻ്റെ അകത്ത് ഞങ്ങൾ ആക്കി വെച്ചു. ഞങ്ങൾ ഒരു പ്രാവശ്യം ഞങ്ങൾ പണ്ട് എപ്പോഴോ അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോഴും ഞങ്ങൾ പാപികളായി ദോഷികളായി തീരുന്നു. ഞങ്ങൾ പണ്ടായിരുന്നു എന്നാൽ ദൈവമേ അപ്പച്ച, ദൈവമേ യേശുപ്പച്ചൻ്റെ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്തു. ദൈവമേ പലരും യേശുപ്പച്ചനെ ഉയർക്കത്തില്ല എന്ന് പറഞ്ഞ് പല രീതിയിലും ഇവനിലൊരു ഉയർച്ചയില്ല, ദൈവമേ മരണത്തിൽ നിന്നൊരു ഉയർച്ചയില്ല, ഞങ്ങളുടെ വിശ്വാസം വ്രതമാണെന്ന് എംറ്റി വോയിഡുമാണെന്ന് പറഞ്ഞ് കളിയാക്കിയവർ മുമ്പിൽ ദൈവമേ യേശുപ്പച്ച ആ സ്ഥലത്ത് ദൈവമേ ഉയർത്തെഴുന്നേൽക്കുവാനും ഞങ്ങളുടെ വിശ്വാസത്തിന് ജീവൻ വയ്ക്കുവാനും, എന്നാൽ ഞങ്ങൾ പാപികളായിരുന്ന സമയത്ത്, ദോഷികളായിരുന്ന സമയത്ത്, ഞങ്ങൾ ദൈവത്തെ അറിയാതെ നടന്ന സമയങ്ങൾ അപ്പച്ചൻ്റെ മെറാഹെഫേറ്റ്, ദൈവമേ അപ്പച്ചൻ്റെ പ്രസൻസ് വാസ് ഹോവറിങ് ഓവർ ഞങ്ങളുടെ ഇരുന്നു. ഞങ്ങൾ പാപികളായിരുന്നു, ഞങ്ങൾ ദോഷികളായ സമയത്തും ഞങ്ങളെ കാത്തുപരിപാലിച്ച് സഹായിച്ച് ഞങ്ങളെ വീണ്ടെടുത്ത് ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളെ കാത്തുപരിപാലിച്ചു. ഏറ്റവും അവസാനം ദൈവമേ ഇനിയും ഓരോ ക്രിയേഷൻ ഒന്നൊന്നായിട്ട് തുടങ്ങാൻ പോവാം. ദൈവമേ പരിശുദ്ധമാവ്, ദൈവമേ അടുത്ത ലേനത്തിൽ ദൈവമേ വെളിച്ചം ദൈവമേ വരുന്നതായിട്ട് കാണും. പരിശുദ്ധമാവ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വന്ന് ദൈവമേ ഞങ്ങളിൽ ഒരു പുതിയ സൃഷ്ടിയാക്കി തീർക്കുക ആണ്. ദൈവമേ പാപികളായിരുന്ന ഈ സമയത്തും ദൈവമേ അപ്പച്ചൻ്റെ കാവലും കരുവാലും ദൈവങ്ങൾ ദോഷം ചെയ്യുന്നപ്പോഴും, ഞങ്ങൾ പാപികളായിരുന്നപ്പോഴും ഞങ്ങൾ ദോഷികളായിരുന്നപ്പോഴും ദൈവമേ അപ്പച്ച ഞങ്ങളെ കൈവിടാതെ ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി ദൈവമേ പരിശുദ്ധമാവന് ഓരോ മനുഷ്യരാലും ഓരോ ഓരോ മെസ്സേജുകളാലും ഞങ്ങളെ തൊട്ടുണർത്തി ഞങ്ങൾ ദൈവമേ യേശുപ്പച്ചനെ അക്സെപ്റ്റ് ചെയ്യുവാനും സ്നാനമേൽപ്പാനും ദൈവമേ അതിൽ കൂടെ ദൈവമേ പിതാവിൻ്റെ കൃപാസനത്തോട് അടുത്ത് വരുവാനും കിട്ടിയ നല്ല ഭാഗ്യവതയ്ക്ക് ഞങ്ങളെ കൈവിടാതെ ഞങ്ങളെ ഉപേക്ഷിക്കാതെ ഞങ്ങൾക്ക് വേണ്ടി ദൈവമേ ജീവൻ തന്ന യേശുപ്പച്ചൻ്റെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഈ ഇന്നത്തെ പകൽ ഞങ്ങൾ എത്രത്തോളം കാത്തോടെ ദൈവമേ പറഞ്ഞതിൻ്റെ അകത്ത് ഒരു കൺഫ്യൂഷനോ ഒന്നും ഉണ്ടാകില്ലേ. കേൾക്കുന്ന ജനത്തിൻ്റെ ഹൃദയത്തിൽ ദൈവമേ ആഴത്തിൽ ദൈവമേ ഇടപെടുവാടയക്കണമേ. അത് അനേക പേർക്ക് അനുഗ്രഹമായി തീരുവാടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മാനം മഹത്വം ശക്തി രാജ്യം കൃപയപ്പച്ചനെ സകല യേശു തന്നെ ആമേൻ.